എൻ്റെ പേര് സാഗർ. ഇതെൻ്റെ വൈഫ് ദിവ്യശ്രീ, മോള് ശ്രിത, മോൻ ശ്രീതുൽ. ഞങ്ങൾ ഈ ഒരു വീടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻറ്റീരിയറിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഒന്ന് കൂടുതൽ ഇൻറ്റീരിയർ ഫേംസുമായിട്ട് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിൽ ഒരു കുറേ പ്രൊജക്ട്സുകളൊക്കെ കണ്ടു. അതിനുശേഷം അറ്റ്ലസും കണ്ടു. അതിലേറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കൺവിൻസിങ് ആയത് അറ്റ്ലസിൻ്റെ വർക്കും അതിൻ്റെ ഫിനിഷിങ്ങും അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അറ്റ്ലസുമായിട്ടൊരു എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇൻട്രാക്ട് ചെയ്തത് ഹസീനയും പിന്നെ സജുവായിട്ടായിരുന്നു. അതിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും അവർ ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം പിന്നെയാണ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടന്നത്. ഒരുപാട് ലെങ്തി ഡിസ്കഷൻ നടന്നു. ഞങ്ങൾ കുറേ അറ്റ്ലസിൻ്റെ വർക്കുകൾ കണ്ടു. അതിനുശേഷമാണ് ഞങ്ങൾ ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടന്നത്. ഇപ്പോൾ കണ്ട വർക്കുകളിലും എല്ലാം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒരു ഡിസൈൻ സജുവും ഹസീനയും കൂടെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഡിഫറെൻ്റ് ഏരിയാസിലേക്ക് ഏത് മെറ്റീരിയൽ വേണമെന്നൊക്കെ ഞങ്ങൾ സജുവായിട്ടും മറ്റ് ഡിസൈനേഴ്സായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി ഞങ്ങൾ മറൈൻ പ്ലൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് വെള്ളം നനയുന്ന സ്ഥലങ്ങളിലൊക്കെ. ബാക്കി പിന്നെ HDF മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ എല്ലാം നല്ല രീതിയിൽ വന്നു. ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ മെറ്റീരിയൽ ഓരോന്നിനും ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽ ഞങ്ങൾ ചൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ വർക്ക് വൈസ് വരുമ്പോൾ ഫിനിഷിങ്ങിലും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ വർക്ക്മാൻഷിപ്പ് പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു, അപ്രോച്ചബിളായിരുന്നു. ഏത് സമയത്ത് അവരെ കോണ്ടാക്ട് ചെയ്യാനും അങ്ങനെ സജഷൻസ് പറയാനും ചെറിയ ചെറിയ മൈനർ ചേഞ്ചസൊക്കെ വരുത്താനും വന്നതിൽ വന്ന ചെറിയ മിസ്റ്റേക്സൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ എല്ലാവരും ഹെൽപ്ഫുള്ളായിരുന്നു. അതിന് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല.